എല്ലാവർക്കും നമസ്കാരം. ആർക്ക് വെൽഡിംഗ് ഡിഫക്റ്റ് കോസസ് ആൻഡ് റെമഡീസ് എൻ്റെ പാർട്ട് 2 എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആർക്ക് വെൽഡിംഗ് ഡിഫക്റ്റ് എന്താണെന്ന് പഠിച്ചു. എഫക്ട്സ് ഓഫ് വെൽഡ് ഡിഫക്റ്റിൻ്റെ എഫക്ട്സ് പഠിച്ചു കഴിഞ്ഞു. ഇൻറ്റേർണൽ ഡിഫക്റ്റ്, എക്സ്റ്റേണൽ ഡിഫക്റ്റ് എന്തൊക്കെയാണെന്ന് പഠിച്ചു. അതിലേതൊക്കെ വരുന്നുണ്ടെന്നുള്ളത് പഠിച്ചു കഴിഞ്ഞു. പിന്നെ വെൽഡിംഗ് ഡിഫക്ട്സുകൾ ഓരോന്നായിട്ട് വിശദീകരിച്ചു തന്നു. അതിൽ അണ്ടർ കട്ട് കഴിഞ്ഞു, ഓവർലാപ്പ് പഠിച്ചു കഴിഞ്ഞു, ബ്ലോ ഹോള് ആൻഡ് പൊറോസിറ്റി പഠിച്ചു കഴിഞ്ഞു, സ്പാറ്റർ പഠിച്ചു കഴിഞ്ഞു. സ്പാറ്റർ വരെയാണ് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ നോക്കിയത്. ഇനി അതിൽ ബാക്കി ഉള്ള വെൽഡിംഗ് ഡിഫക്റ്റുകളും അതിൻ്റെ കോസസ്, റെമഡീസ്, അതിൻ്റെ കറക്റ്റീവ് ആക്ഷൻ ഇതൊക്കെ നമുക്ക് നോക്കാം. ഇതിലടുത്ത വെൽഡിംഗ് ഡിഫക്റ്റാണ് എഡ്ജ് ഓഫ് പ്ലേറ്റ് മെൽറ്റഡ് ഓഫ്. ഈ ഡിഫക്റ്റ് എന്ന് പറയുന്നത് മെയിനായിട്ട് ലാബ് ജോയിൻറ്റ്, കോർണർ ജോയിൻറ്റ് എന്നിവയിലാണ് ഈ ഡിഫക്റ്റ് കാണപ്പെടുന്നത്. ഇത് ഇഫ് ദർ ഈസ് എക്സസ് മെൽറ്റിംഗ് വൺ ഓഫ് ദ പ്ലേറ്റ് എഡ്ജസ് റിസൾട്ടിങ് ഇൻ ഇൻസഫിഷ്യൻറ്റ് ത്രോട്ട് തിക്നെസ്. അതായത് പ്ലേറ്റിൻ്റെ രണ്ട് പ്ലേറ്റിൽ ഏതെങ്കിലും ഒരു പ്ലേറ്റിൻ്റെ എഡ്ജ് മെൽട്ടായിട്ട് നമുക്ക് ഇൻസഫിഷ്യൻറ്റ് ത്രോട്ട് തിക്നെസ് ആവും. ത്രോട്ട് തിക്നെസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, വെൽഡിങ്ങിൻ്റെ ജംഗ്ഷൻ മുതൽ അതിൻ്റെ വെൽഡ് ഫേസ് വരെയുള്ള ടോട്ടൽ വെൽഡിങ്ങിൻ്റെ അളവ്, അതിനാ ത്രോട്ട് തിക്നെസ് എന്ന് പറയുന്നത്. ത്രോട്ട് തിക്നെസ് ഇൻസഫിഷ്യൻ്റ് ആവുക, പോരാതെ വരിക. അങ്ങനെ ഇത് പ്ലേറ്റിൻ്റെ ഒരു ഭാഗം മെൽട്ടായിട്ട് ആ വെൽഡിങ്ങിലേക്ക് ഇറങ്ങി ഇൻസഫിഷ്യൻ്റ് ത്രോട്ട് തിക്നെസ് ആവുക. ഇതിനാണ് എഡ്ജ് പ്ലേറ്റ് മെൽറ്റഡ് ഓഫ് എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൽ നോക്കിയാൽ കാണാം. ഇതൊരു കോർണർ ജോയിൻ്റാണ്. കോർണർ ജോയിൻറ്റിൻ്റെ ഈ മുകളിലത്തെ ഇവിടെ വെൽഡ് ചെയ്യുമ്പോൾ ഈ മുകളിലത്തെ പ്ലേറ്റിൻ്റെ എഡ്ജ് മെൽട്ടായിട്ട് താഴേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ വെൽഡിങ് ഉടൻ വരെ കിട്ടൂല. അവിടെ എന്ത് ചെയ്യും, വെൽഡിങ്ങിൻ്റെ സ്ട്രെങ്ത്ത് കുറയും. അതുപോലെ തന്നെ ലാബ് ജോയിൻറ്റിൻ്റെയും അതുപോലെ തന്നെ മുകളിലത്തെ പ്ലേറ്റിൻ്റെ മുകളിലത്തെ മൂലയുള്ള ഭാഗം കത്തി താഴത്തെ വെൽഡിങ്ങിലോട്ട് ഇറങ്ങി അവിടെ ത്രോട്ട് തിക്നെസ് കുറയും, വെൽഡിങ് സ്ട്രെങ്ത്ത് കുറയുകയും ചെയ്യുന്നു. ഇതാണ് എഡ്ജ് ഓഫ് പ്ലേറ്റ് മെൽറ്റഡ് ഓഫ് എന്ന് പറയുന്ന വെൽഡിങ് ഡിഫക്റ്റ്. ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാരണം യൂസ് ഓഫ് ഓവർ സൈസ്ഡ് ഇലക്ട്രോഡ്. നമുക്ക് ആവശ്യത്തിലും കൂടുതൽ സൈസുള്ള ഇലക്ട്രോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഇതേപോലെ സൈഡ് കത്തിപ്പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് 3.15 കൊണ്ട് അടിക്കേണ്ട ചെറിയ തിക്നെസ് കുറഞ്ഞ പ്ലേറ്റ് ആണെങ്കിൽ അതിന് പകരം 5 mm ഇലക്ട്രോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡ് കത്തി ഇറങ്ങിയിട്ട് ഇതുപോലെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ റെമഡി എന്തായിരിക്കും, കറക്റ്റ് സൈസ് ഇലക്ട്രോഡ് ഉപയോഗിക്കുക. അടുത്തത് യൂസ് ഓഫ് എക്സസീവ് കറണ്ട്. നമ്മൾ വെൽഡിങ് ഉപയോഗിക്കാം 3.15 ആണെങ്കിൽ അതിന് വേണ്ടുന്ന കറണ്ട് റേഞ്ച് ഉണ്ട്, അത് തന്നെ ഉപയോഗിക്കണം. അതിൽ കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താവും, പ്ലേറ്റിൻ്റെ സൈഡ് ഇതേപോലെ മെൽട്ടായിട്ട് ഇറങ്ങും. എഡ്ജ് ഓഫ് പ്ലേറ്റ് മെൽറ്റഡ് ഓഫ് എന്ന് പറയുന്ന വെൽഡിങ് ഡിഫക്റ്റ് ഉണ്ടാവും. അതിൻ്റെ റെമഡി അപ്പോൾ എന്തായിരിക്കും, യൂസ് കറക്റ്റ് വെൽഡിങ് കറണ്ട്. അടുത്തത് റോങ് മാനിപ്പുലേഷൻ ഓഫ് ഇലക്ട്രോഡ്. നമ്മളെ ഇലക്ട്രോഡ് കൈകാര്യം ചെയ്യുന്നത് ഇതായിരിക്കണം, കറക്റ്റായിരിക്കണം. നല്ല കറക്റ്റായിട്ട് വീവ് ചെയ്തുകൊണ്ട് വെൽഡ് ചെയ്യുമ്പോൾ എന്താ ഈ ഡിഫക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആദ്യം കൈ സ്റ്റഡി അല്ലെങ്കിൽ എന്താവും, വെൽഡ് ചെയ്യുമ്പം ഈ പ്ലേറ്റിൻ്റെ മൂലയിലേക്ക് കത്തിയിട്ട് ഇറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് അതിൻ്റെ റെമഡി കറക്റ്റ് മാനിപ്പുലേഷൻ ഓഫ് ഇലക്ട്രോഡ്. ഇനി ഈ ഡിഫക്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളതെങ്ങനെ കറക്റ്റ് ചെയ്യും, ഡെപ്പോസിറ്റ് അഡീഷണൽ വെൽഡ് മെറ്റൽ ടു ഇൻക്രീസ് ത്രോട്ട് തിക്നെസ് കൂടാൻ വേണ്ടി അതിൻ്റെ ഒരു വെൽഡ് ബീഡ് അതിൻ്റെ മുകളിൽ വെൽഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഇത് ശരിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി എല്ലാവർക്കും മനസ്സിലായില്ലേ. ഇനി അടുത്ത ഡിഫക്റ്റിലോട്ട് നമുക്ക് പോകാം.
അടുത്ത ഡിഫക്റ്റാണ് ക്രാക്ക്. ക്രാക്ക് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇതാണ് ക്രാക്ക്. എ ഹെയർ ലൈൻ സെപ്പറേഷൻ എക്സിബിറ്റ്സ് ഇൻ ദ റൂട്ട് ഓർ മിഡിൽ ഓർ സർഫേസ് ആൻഡ് ഇൻസൈഡ് ഓഫ് ദ വെൽഡ് മെറ്റൽ ഓർ പാരൻ്റ് മെറ്റൽ. പാരൻ്റ് മെറ്റലിലോ അല്ലെങ്കിൽ വെൽഡ് മെറ്റലിലോ, വെൽഡ് മെറ്റലിൻ്റെ മുകളിലോ പാരൻ്റ് മെറ്റലിൻ്റെ മുകളിലോ അല്ലെങ്കിൽ റൂട്ട് സൈഡിലോ മിഡിലോ എവിടെയാകാം അത് ഒരു ഹെയർ ലൈൻ സെപ്പറേഷൻ കാണപ്പെടുന്നതിനാണ് ക്രാക്ക് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഒരു ഹെയർ ലൈൻ സെപ്പറേഷൻ, അത്ര ചെറിയൊരു സെപ്പറേഷൻ ഗ്യാപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ കണ്ണിനെ കൊണ്ട് കാണാൻ പറ്റാതെ പോലും ഉണ്ടാവും. ലെൻസ് വെച്ചാലും മാത്രമേ കാണുള്ളൂ. അത്രക്കും ചെറിയൊരു കീറൽ, വിള്ളൽ, അതിനാണ് ക്രാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എവിടെയൊക്കെ വരാം? ചിത്രം നോക്കുക. വെൽഡിങ് ടോയിൽ വന്നിട്ടുണ്ട്. വെൽഡിങ് ടോ എന്ന് പറഞ്ഞാൽ വെൽഡിങ് പാരൻ്റ് മെറ്റൽ ചേർന്ന ഭാഗത്ത് ക്രാക്ക് വന്നു. അതിനെ ടോ ക്രാക്ക് എന്ന് പറയും. അണ്ടർ ബീഡ് ക്രാക്ക്, ബീഡിൻ്റെ അടിവശത്ത് വരുന്ന ക്രാക്ക്. അതുപോലെ തന്നെ ബേസ് മെറ്റലിൻ്റെ സർഫേസിൽ വന്നിരിക്കുന്ന ക്രാക്കിൻ HAS എന്ന് പറഞ്ഞാൽ ഹീറ്റ് അഫക്റ്റഡ് സോൺ. അതുപോലെ ക്രാറ്റർ ക്രാക്ക്. ക്രാറ്റർ എന്ന് പറഞ്ഞാൽ വെൽഡിങ് നിർത്തുന്ന അവിടെയുള്ള സ്ഥലത്തിന് വരെ ക്രാറ്റർ എന്ന് പറയുന്നത്, അവിടെ വരുന്ന ക്രാക്ക്. പിന്നെ സർഫേസ് ക്രാക്ക്, വെൽഡ് മെറ്റലിന് മുകളിൽ വരുന്ന ക്രാക്ക്. അതുപോലെ തന്നെ ഡീപ്പ് ക്രാക്ക്, കുറച്ച് ആഴത്തിലുള്ള ക്രാക്ക്. ഇങ്ങനെ പലതരത്തിലുള്ള ക്രാക്ക് ഉണ്ട്. ഈ ക്രാക്ക് വരാനുള്ള പ്രധാന കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് റോങ് സെലക്ഷൻ ഓഫ് ഇലക്ട്രോഡ്. നമ്മൾ ഓരോ വെൽഡ് മെറ്റലിനും അതിൻ്റേതായ ഇലക്ട്രോഡ് നൽകിയിട്ടുണ്ടാവും. അലുമിനിയത്തിന് അലുമിനിയം ഇലക്ട്രോഡ് ഉണ്ടാവും. MS പ്ലേറ്റിനാണെങ്കിൽ MS ഇലക്ട്രോഡ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിൻ്റേതായ ഇലക്ട്രോഡ് വേണം അതിന് വേണ്ടി സെലക്ട് ചെയ്യാൻ, തിരഞ്ഞെടുക്കാൻ. അല്ലെങ്കിൽ അത് ക്രാക്ക് വരാം. ഉദാഹരണത്തിന് കാസ്റ്റ് അയൺ വെൽഡ് ആണെങ്കിൽ കാസ്റ്റ് അയണിൻ്റെ തന്നെ ഇലക്ട്രോഡ് ഉണ്ട്. അതിന് സാധാ വെൽഡിങ് ഇലക്ട്രോഡ് ഉപയോഗിച്ചാൽ അവിടെ ക്രാക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ രണ്ടാമത്താണ് പ്രസൻസ് ഓഫ് ലോക്കലൈസ്ഡ് സ്ട്രെസ്സ്. വെൽഡ് ചെയ്ത് കഴിഞ്ഞാലുള്ള സ്ട്രെസ്സ് മൂലം ഇത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്ട്രെസ്സ് കുറക്കാനായിട്ടുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കുക. റീസ്ട്രെയിൻഡ് ജോയിൻറ്റ് വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് റീസ്ട്രെയിനിലേക്ക് വരുമ്പോൾ അവിടെ ക്രാക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ഫാസ്റ്റ് കൂളിങ്, പെട്ടെന്ന് തണുത്ത് കഴിഞ്ഞാൽ ഈ ക്രാക്ക് പെട്ടെന്ന് തണുക്കുമ്പോൾ മെറ്റൽ കുറച്ച് ഹാർഡായി മാറാനും അതുമൂലം ക്രാക്ക് ഉണ്ടാകാനും സാധ്യതയുണ്ട്. പിന്നെ ഇംപ്രോപ്പർ വെൽഡിങ് ടെക്നിക്ക് പ്രോപ്പറായിട്ട് അതിൻ്റെ മാനുവൽ പറഞ്ഞ പ്രകാരം തന്നെ വെൽഡിങ് ചെയ്യുക. പുവർ ഡക്റ്റിലിറ്റി കുറഞ്ഞ മെറ്റലുകൾ വെൽഡ് ചെയ്യാം. ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വലിച്ചു നീട്ടാനൊക്കെയുള്ള മെറ്റലിൻ്റെ കഴിവ്. ഡക്റ്റിലിറ്റി കഴിഞ്ഞ് അത് ഹാർഡായി കഴിഞ്ഞാൽ അതുപോലെ ക്രാക്ക് വരാൻ സാധ്യതയുണ്ട്. പിന്നെയുള്ള ആബ്സെൻസ് ഓഫ് പ്രീ ഹീറ്റ് ആൻഡ് പോസ്റ്റ് ഹീറ്റ് ഓഫ് ദ ജോയിൻറ്റ്. ചില മെറ്റൽ പ്രീ ഹീറ്റിങ്ങും അതേപോലെ തന്നെ പോസ്റ്റ് ഹീറ്റിങ്ങും ആവശ്യമാണ്. പ്രീ ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ വെൽഡിങ്ങിന് മുമ്പേ ഹീറ്റ് ചെയ്യുന്നത്. പോസ്റ്റ് ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ വെൽഡിങ്ങിന് ശേഷം ഹീറ്റ് ചെയ്യുന്നത്. അത് നമ്മളൊരു കാസ്റ്റ് അയൺ ജോബൊക്കെയാണ് വെൽഡ് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് വെൽഡ് ചെയ്ത് ചൂടായി കഴിഞ്ഞാൽ അത് ക്രാക്ക് വീഴാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് തണുത്ത് കഴിഞ്ഞാൽ ക്രാക്ക് വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് വേണം? ഈ മെറ്റൽ ആദ്യം പ്രീ ഹീറ്റ് ചെയ്യണം. പ്രീ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ ഹീറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് വെൽഡ് ചെയ്യേണ്ട ഏരിയയിൽ വെൽഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ വെൽഡിങ് പെട്ടെന്ന് തണുത്ത് പോകാതിരിക്കാൻ വേണ്ടി പോസ്റ്റ് ഹീറ്റ് ചെയ്യുകയും വേണം. അപ്പോൾ അത് ചെയ്യുക. പിന്നുള്ളത് ആബ്സെൻസ് ഓഫ് പ്രീ ഹീറ്റിംഗ് ആൻഡ് പോസ്റ്റ് ഹീറ്റിംഗ് ആണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ റെമഡി എന്ന് പറയുന്നത് ഈ പ്രീ ഹീറ്റും പോസ്റ്റ് ഹീറ്റും ചെയ്തുകൊണ്ട് വെൽഡ് ചെയ്യുക. പിന്നെ എക്സസീവ് സൾഫർ ഇൻ ദ ബേസ് മെറ്റലിൽ സൾഫർ കൂടിക്കഴിഞ്ഞാൽ ക്രാക്ക് ഉണ്ടാവുമെന്ന് പറയപ്പെടുന്നു. പിന്നെ കറക്റ്റീവ് ആക്ഷൻ എന്ന് പറയുന്നത് ഫോർ ഓൾ എക്സ്റ്റേണൽ ക്രാക്സ് ടു എ സ്മോളർ ഡെപ്ത് ടേക്ക് എ വി ഗ്രൂവ് യൂസിങ് ഡയമണ്ട് പോയിൻ്റ് ആൻഡ് റീവെൽഡ് യൂസിങ് ലോ ഹൈഡ്രജൻ ഇലക്ട്രോഡ്. ചെറിയ തരം സർഫേസിൽ കാണുന്ന ചെറിയ തരം ക്രാക്ക് ആണെങ്കിൽ എന്ത് ചെയ്യും? അത് ഒരു ഗ്രൈൻഡിങ് മെഷീനെ കൊണ്ട് മറ്റൊരു വി ഗ്രൂവ് ഉണ്ടാക്കുക. അല്ലെങ്കിൽ ഡയമണ്ട് പോയിൻറ്റ് ചിസിൽ കൊണ്ട് ഒരു വി ഗ്രൂവ് ഉണ്ടാക്കിയിട്ട് അതിൽ ലോ ഹൈഡ്രജൻ ഇലക്ട്രോഡ് വെച്ച് വെൽഡ് ചെയ്യുക. ലോ ഹൈഡ്രജൻ ഇലക്ട്രോഡ് കുറച്ച് സ്ട്രെങ്ത് ഉള്ള തരം ഇലക്ട്രോഡാണ്. അത് വെച്ച് വെൽഡ് ചെയ്യുക. ഫോർ ഇൻറ്റേർണൽ ഓർ ഹിഡൻ ക്രാക്സ് ഗൗജ് അപ്പ് ടു ദ ഡെപ്ത് ഓഫ് ദ ക്രാക്സ് ആൻഡ് റീവെൽഡ്. വെൽഡിങ്ങിൻ്റെ ഉള്ളിലുള്ള ക്രാക്ക് ആണെങ്കിൽ
അത് നമുക്ക് നേരിട്ട് നോക്കിയാൽ കാണില്ല. എക്സ്റേ ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ക്രാക്ക് മനസ്സിലാവുന്നത്. അത് കളയാൻ വേണ്ടി ആ അതിൻ്റെ അത്രയും ആഴത്തിൽ ആ ക്രാക്ക് എവിടെയാണ് ഇരിക്കുന്നത് അതിൻ്റെ അത്രയും ആഴത്തിൽ ഗൗജ് ചെയ്ത് കളഞ്ഞിട്ട് വീണ്ടും റീവെൽഡ് ചെയ്യുന്നു. ഈ ലോ ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഉപയോഗിച്ചിട്ട് റീവെൽഡ് ചെയ്യുന്നു. അതാണ് അതിൻ്റെ കറക്റ്റീവ് ആക്ഷൻസ്. ചിത്രത്തിൽ നോക്കുക, ഓരോ തരം ക്രാക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഇത് വെൽഡിങ്ങിൻ്റെ താഴെ കൂടെ ക്രാക്ക് വന്ന് ബേസ് മെറ്റലിലേക്ക് വന്നിരിക്കുന്നു. ഇത് വെൽഡിങ്ങിൻ്റെ പകുതിയിലേക്ക് ട്രാൻസ്വേഴ്സ് ക്രാക്ക് എന്ന് പറയും. പകുതിയിലേക്കൂടെ ഇങ്ങനെ നീളത്തിൽ വരുന്ന ക്രാക്ക്. ഇത് വെൽഡിങ്ങിൽ ഉടനീളം വന്നിരിക്കുന്ന ക്രാക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ ക്രാക്ക് എന്ന് പറയും. അതുപോലെ ഇത് ക്രാറ്റർ ക്രാക്ക് എന്ന് പറയും. വെൽഡിങ് നിർത്തുന്ന അവിടെയുള്ള വെൽഡിങ്ങിൻ്റെ കുറവിനെയാണ് അവിടെ ക്രാറ്റർ എന്ന് പറയുന്നത്. CRATER. ഒരു വെൽഡിങ് ഡിഫക്റ്റാണ്. ആ ക്രാറ്ററിൽ ഉണ്ടായിട്ടുള്ള ക്രാക്കാണ് ക്രാറ്റർ ക്രാക്ക്. അടുത്ത വെൽഡിങ് ഡിഫക്റ്റാണ് ഇൻകംപ്ലീറ്റ് പെനിട്രേഷൻ. ഇൻകംപ്ലീറ്റ് പെനിട്രേഷൻ എന്ന് വെച്ചാൽ ഫെയിലർ ഓഫ് വെൽഡ് മെറ്റൽ ടു റീച്ച് ആൻഡ് ഫ്യൂസ് ടു ദ റൂട്ട് ഓഫ് ദ ജോയിൻറ്റ്. വെൽഡ് മെറ്റൽ അതിൻ്റെ റൂട്ടിലേക്ക് ഫ്യൂസായിട്ട് ഇറങ്ങിച്ചെല്ലാത്ത അവസ്ഥ, അതിനെയാണ് ഇൻകംപ്ലീറ്റ് പെനിട്രേഷൻ എന്ന് പറയുന്നത്. ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ ഇതൊരു സിംഗിൾ വി ബഡ് ജോയിൻ്റ് ആണ്. അതിൻ്റെ റൂട്ട് സൈഡ് നമുക്കിവിടെ കറക്റ്റ് കാണാം. വെൽഡിങ് എന്ത് വേണം? വെൽഡിങ് ഈ റൂട്ട് ഗ്യാപ്പിലേക്ക് ഇറങ്ങി ഇപ്പുറത്തെ സൈഡ് വരെ എത്തണം, എന്നാലേ അത് കംപ്ലീറ്റ് ആവുന്നുള്ളൂ. പെനിട്രേഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ആഴ്ന്ന് ഇറങ്ങുന്നതിന് പെനിട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇൻകംപ്ലീറ്റ് ആണ്. പെനിട്രേഷൻ മുഴുവനായിട്ട് ഇപ്പുറം എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇൻകംപ്ലീറ്റ് പെനിട്രേഷൻ എന്ന് പറയും. ഈ T ജോയിൻറ്റിൽ നോക്കുക, അതിൻ്റെ റൂട്ട് സൈഡിൽ ഗ്യാപ്പ് ഉണ്ട്. റൂട്ട് സൈഡിലേക്ക് പെനിട്രേഷൻ ഇറങ്ങി ചെന്നിട്ടില്ല. അപ്പോൾ അതും ഇൻകംപ്ലീറ്റ് പെനിട്രേഷനാണ്. ഇൻകംപ്ലീറ്റ് പെനിട്രേഷൻ എന്ന് വെച്ചാൽ ഫെയിലർ ഓഫ് വെൽഡ് മെറ്റൽ ടു റീച്ച് ആൻഡ് ഫ്യൂസ് ടു ദ റൂട്ട് ഓഫ് ദ ജോയിൻറ്റ്. റൂട്ടിൽ ഫ്യൂസായിട്ട് താഴത്തോളം ഇറങ്ങിച്ചെല്ലാതെ അവസ്ഥയാണ് എന്ത് പറയുന്നത്, ഇൻകംപ്ലീറ്റ് പെനിട്രേഷൻ എന്ന് പറയുന്നത്. അതിനുള്ള കാരണങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തത് എഡ്ജ് പ്രിപ്പറേഷൻ ടു നെയറോ ലെസ് ബെവൽ ആംഗിൾ. നമ്മൾ എഡ്ജ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് വളരെ ഇടുങ്ങിയതായി കഴിഞ്ഞാൽ ഓരോ തിക്നെസ്സുള്ള മെറ്റലിനും അതിന് കറക്റ്റ് ആംഗിൾ പറഞ്ഞിട്ടുണ്ട്. 10-12 mm പ്ലേറ്റൊക്കെ ആണെങ്കിൽ 60 ഡിഗ്രി വി ഗ്രൂവ് വേണം. അതില്ലെങ്കിൽ എന്ത് ചെയ്യില്ല, കറക്റ്റായിട്ട് നമുക്ക് വെൽഡ് മെറ്റൽ താഴേക്ക് ഇറങ്ങിപ്പോകില്ല. അതുപോലെ തന്നെ റൂട്ട് ഗ്യാപ്പും കറക്റ്റ് ഇല്ലെങ്കിൽ താഴേക്ക് ഇറങ്ങിപ്പോകില്ല. ലെസ് ബെവൽ ആംഗിൾ കുറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഇൻകംപ്ലീറ്റ് പെനിട്രേഷൻ വരാം. രണ്ടാമത്തെ പോയിൻ്റ്, വെൽഡിങ് സ്പീഡ് ടു മച്ച്. വെൽഡിങ് സ്പീഡ് വളരെ കൂടിക്കഴിഞ്ഞാൽ ഇതുപോലെ പെനിട്രേഷൻ കറക്റ്റ് കിട്ടാതെ അവസ്ഥ വരും. കറക്റ്റായിട്ട് ഇറങ്ങി ചെല്ലൂല നമ്മൾ പെട്ടെന്ന് വെൽഡ് ചെയ്ത് പോകുമ്പോൾ. ഉള്ള കീ ഹോൾ നോട്ട് മെയിൻറ്റൈൻഡ് ഡ്യൂറിങ് വെൽഡിങ് ദ റൂട്ട് റൺ ഓഫ് ദ ഗ്രൂവ്ഡ് ജോയിൻറ്റ്. ഗ്രൂവ് ജോയിൻറ്റിൽ റൂട്ട് വെൽഡ് ചെയ്യുമ്പോൾ ഒരു കീ ഹോൾ മെത്തേഡിൽ വെൽഡ് ചെയ്യണമെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്താണ് കീ ഹോൾ മെത്തേഡ്? കീ ഹോൾ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, താക്കോലത്തിൻ്റെ ദ്വാരത്തിൻ്റെ ഷേപ്പ് കറക്റ്റ് റൂട്ടിൽ നിന്ന് താഴെ ഒരു വലിപ്പം കൂടുതലുള്ള സർക്കിൾ പോലെയുള്ളത്, അതാണ് കീ ഹോൾ എന്ന് പറയുന്നത്. അതൊരു പ്രത്യേക വെൽഡ് ചെയ്യുമ്പോഴുള്ള ടെക്നിക്കാണ്. 2 സൈഡ് മെൽറ്റാക്കി എടുത്തിട്ട് കീ ഹോൾ പോലെ ഉണ്ടാക്കി വെൽഡ് ചെയ്ത് മുകളിലോട്ട് കയറുന്ന കീ ഹോൾ മെത്തേഡ് എന്ന് പറയുന്നത്. അത് കറക്റ്റ് അതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ റൂട്ട് പെനിട്രേഷൻ നമുക്ക് കിട്ടില്ല, ഇൻകംപ്ലീറ്റ് പെനിട്രേഷൻ ആയിപ്പോകും. പിന്നുള്ളത് ലെസ് കറണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് സംഭവിക്കും, ശരിക്കും മെറ്റൽ മെൽറ്റ് ആവില്ല, ഫ്യൂസ് ആവില്ല, പെനിട്രേഷൻ കിട്ടാതെ വരും. അടുത്ത യൂസ് ലാർജർ ഡയമീറ്റർ ഇലക്ട്രോഡ്. ലാർജർ ഡയമീറ്റർ ഇലക്ട്രോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ റൂട്ട് ഗ്യാപ്പ് സെറ്റ് ചെയ്യുന്നത് ഏത് വെൽഡിങ് ഇലക്ട്രോഡാണോ വെൽഡ് ചെയ്യുന്നത് അതിൻ്റെ കോർ വയറിന് കണക്കായ ഗ്യാപ്പാണ് സെറ്റ് ചെയ്യുന്നത്. 2.5 mm ഇലക്ട്രോഡ് വെച്ചാണ് റൂട്ട് അടിക്കുന്നതെങ്കിൽ 2.5 mm അതിൻ്റെ ഗ്യാപ്പാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ 2.5 വെൽഡിങ് റോഡിനെ കൊണ്ട് വെൽഡ് ചെയ്യേണ്ടടുത്ത് 5 mm റാഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കില്ല, അതിൻ്റെ വി ഗ്രൂവിൻ്റെ എഡ്ജ് കറക്റ്റ് മെൽറ്റായിട്ട് നമുക്ക് പെനിട്രേഷൻ കിട്ടാതെ വരും. അപ്പോൾ കറക്റ്റ് സൈസ് അതിന് വേണ്ടുന്ന സൈസുള്ള ഇലക്ട്രോഡ് വേണം ഉപയോഗിക്കാൻ വേണ്ടി. അടുത്ത ഇനാഡിക്വേറ്റ് ക്ലീനിങ് ഓർ ഗോയിജിങ് ബിഫോർ ഡെപ്പോസിറ്റിംഗ് സീലിംഗ് റണ്ണ്.
സീലിംഗ് റണ്ണ് എന്താണെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. സീലിംഗ് റണ്ണും പറഞ്ഞിട്ടുണ്ട്, ബാക്കിംഗ് റണ്ണും പറഞ്ഞിട്ടുണ്ട്. എന്താണ് ബാക്കിംഗ് റണ്ണ്? നമ്മൾ സിംഗിൾ വി ബട്ട് വെൽഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം റൂട്ട് അടിച്ച് അതിൻ്റെ മുകളിൽ ഫില്ലിംഗ് റണ്ണടിച്ച് കവറിങ് റണ്ണടിച്ച് ഫിനിഷ് ആയതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് പെനിട്രേഷൻ വരുന്ന ഭാഗം എന്ത് ചെയ്യും, നമ്മൾ ഗൗജ് ചെയ്തിട്ടോ ഗ്രൈൻഡ് ചെയ്തിട്ടോ ഒരു റൺ അടിച്ചു കൊടുക്കും. അവിടെ പെനിട്രേഷൻ കറക്റ്റ് ഇല്ലെങ്കിൽ അങ്ങനെ ഒരു വെൽഡിങ് റൺ അടിക്കും. അതിനെ ബാക്കിംഗ് റൺ എന്ന് പറയുന്നത്. അതുപോലെ സീലിംഗ് റൺ ഉണ്ട്. സീലിംഗ് റൺ എന്താ, വെൽഡിങ്ങിന് മുമ്പ് റൂട്ട് സൈഡിൽ ബാക്കിൽ നമ്മളൊരു റൺ അടിച്ചു കൊടുക്കുന്നതാണ് സീലിംഗ് റൺ എന്ന് പറയുന്നത്. അതായത് ഒരു സിംഗിൾ വി ബട്ട് സെറ്റ് ചെയ്ത ഉടനെ അതിൻ്റെ ബാക്ക് ഭാഗത്ത് ആ റൂട്ട് സൈഡിൽ ഒരു റൺ അടിച്ചു കൊടുക്കും. എന്നിട്ട് അത് ക്ലീൻ ചെയ്തിട്ട് വേണം മറ്റേ സൈഡിൽ റൂട്ട് അടിക്കുക, ഫില്ലർ റൺ അടിക്കും, കവറിങ് റൺ അടിക്കും. അപ്പോൾ ഇത് കറക്റ്റ് ക്ലീന് അല്ലെങ്കിൽ ഇനാഡിക്വേറ്റ് ക്ലീനിങ് ഓർ ഗൗജിങ് ബിഫോർ ഡെപ്പോസിറ്റിംഗ് സീലിംഗ് റണ്ണ്. അതിൻ്റെ ആ റൂട്ട് റൺ അടിക്കേണ്ട ഭാഗം കറക്റ്റ് ഗ്രൈൻഡ് ചെയ്ത് ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ ഗൗജ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് വെൽഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതേപോലെ ഇൻകംപ്ലീറ്റ് പെനിട്രേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നുള്ളതാണ് റോങ് ആംഗിൾ ഓഫ് ഇലക്ട്രോഡ്. ഇലക്ട്രോഡിൻ്റെ ആംഗിൾ കറക്റ്റായിട്ടില്ലെങ്കിൽ പെനിട്രേഷൻ കറക്റ്റ് കിട്ടില്ല. ഇൻസഫിഷ്യൻറ്റ് റൂട്ട് ഗ്യാപ്പ്, നേരത്തെ പറഞ്ഞ തന്നെ റൂട്ട് ഗ്യാപ്പ് കറക്റ്റ് അല്ലെങ്കിൽ റൂട്ട് ഗ്യാപ്പ് തീരെ കുറഞ്ഞു പോയാൽ നമുക്ക് പെനിട്രേഷൻ കിട്ടാതെ വരും. അതിന് ഓരോ തിക്നെസ്സുള്ള പ്ലേറ്റിനും അതിൻ്റേതായ റൂട്ട് ഗ്യാപ്പ്, നമ്മൾ ഉപയോഗിക്കുന്ന സൈസ് ഇലക്ട്രോഡിന് കണക്കായിട്ടുള്ള റൂട്ട് ഗ്യാപ്പ് ആവശ്യമാണ്. അപ്പോൾ ഇതെന്നെല്ലാം നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് റെമഡീസ് ഇത് ഇല്ലാതാക്കാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ള മനസ്സിലായി കാണും. ഇനിയുള്ള കറക്റ്റീവ് ആക്ഷൻസ്: ഫോർ ബട്ട് വെൽസ് ഓർ ഓപ്പൺ കോർണർ വെൽസ് ഗൗജ് ദ റൂട്ട് ഓഫ് ദ ജോയിൻറ്റ് ആൻഡ് ഡെപ്പോസിറ്റ് ദ റൂട്ട് റൺ ഫ്രം ദ ബോട്ടം സൈഡ് ഓഫ് ദ പ്ലേറ്റ്. ഇപ്പോൾ പറഞ്ഞ പോലെ ബാക്കിംഗ് റണ്ണ് പറഞ്ഞ പോലെ തന്നെ ചെയ്യുക. എങ്ങനെ നമ്മൾ വി ഗ്രൂവിൻ്റെ ഒക്കെ അല്ലെങ്കിൽ കോർണർ ജോയിൻറ്റിൻ്റെ ഒക്കെ ഇപ്പോഴത്തെ സൈഡ് പെനിട്രേഷൻ കറക്റ്റ് കിട്ടിയില്ലെങ്കിൽ ആ സൈഡ് ഗ്രൈൻഡ് ചെയ്തിട്ടോ ഗൗജ് ചെയ്തിട്ടോ ഒരു ചെറിയൊരു ഗ്രൂവ് ഉണ്ടാക്കിയിട്ട് അവിടെ അതിൻ്റെ ആ ബോട്ടം സൈഡിൽ വെൽഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ടീ ജോയിൻറ്റോ ലാപ്പ് ജോയിൻറ്റോ ആണെങ്കിൽ നമുക്ക് ചിത്രം നോക്കുക. ഇവിടെ ഈ ടീ ജോയിൻറ്റിൻ്റെ ഇവിടെ നമുക്ക് ഇൻകംപ്ലീറ്റ് പെനിട്രേഷൻ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ വെൽഡിങ് മുഴുവൻ കളഞ്ഞിട്ട് ഗൗജ് ചെയ്ത് കളഞ്ഞിട്ട് ഒന്ന് മുതൽ ആദ്യമേ വെൽഡ് ചെയ്യേണ്ടി വരും. ഇത് ആദ്യം പറഞ്ഞത് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ത് ചെയ്യും, ഗൗജ് ചെയ്ത് കുറച്ച് ഗ്യാപ്പ് ആക്കിയതിന് ശേഷം ആ സൈഡ് വെൽഡ് ചെയ്യുക. അതാണ് അതിൻ്റെ കറക്റ്റീവ് ആക്ഷൻ എന്ന് പറയുന്നത്. അടുത്ത വെൽഡിങ് ഡിഫക്റ്റാണ് ലാക്ക് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. എന്താണ് ലാക്ക് ഓഫ് ഫ്യൂഷൻ? അതിൻ്റെ പേര് തന്നെയുണ്ട്. ഇഫ് ദർ ഈസ് നോ മെൽറ്റിംഗ് ഓഫ് ദ എഡ്ജസ് ഓഫ് ദ ബേസ് മെറ്റൽ അറ്റ് ദ റൂട്ട് ഫേസ് ഓർ ഓൺ ദ സൈഡ് ഫേസ് ഓർ ബിറ്റ്വീൻ ദ വെൽഡ് റൺ then it is called lack of fusion. അതായത് വെൽഡിങ്ങിൻ്റെ റൂട്ട് സൈഡിലോ നമ്മൾ വെൽഡ് ചെയ്യുന്ന പ്ലേറ്റിൻ്റെ സൈഡിലോ ഫേസ് സൈഡിലോ അല്ലെങ്കിൽ രണ്ട് വെൽഡിങ്ങിൻ്റെ ഇടയിലോ ഒക്കെ എന്ത് ചെയ്യുക, കറക്റ്റ് മെൽട്ടായിട്ടില്ലെങ്കിൽ, രണ്ട് വെൽഡും കൂടി മെൽട്ടായി ചേർന്നിട്ടില്ലെങ്കിലാണ് അതിനെ ലാക്ക് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. ലാക്ക് ഓഫ് ഫ്യൂഷൻ എന്ന് വെച്ചാൽ ഫ്യൂഷൻ്റെ കുറവ്, അതാണ് ലാക്ക് ഓഫ് ഫ്യൂഷൻ എന്ന് വിളിക്കുന്നത്. കറക്റ്റ് ബേസ് മെറ്റലും വെൽഡ് മെറ്റലും ഉരുകിയിട്ട് ഒന്നായി ചേർന്നാലേ അതിനെ വെൽഡിംഗ് എന്ന് പറയുള്ളൂ. അപ്പോൾ വെൽഡിങ്ങിൻ്റെ ചിലപ്പോൾ രണ്ട് വെൽഡിങ്ങിൻ്റെ ഇടയിൽ വരാം. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഇവിടെ നോക്കുക, ഇവിടെ രണ്ട് വെൽഡിങ്ങിൻ്റെ ഇടയിൽ കറക്റ്റ് മെൽട്ടായിട്ടില്ല. അങ്ങനെയാണ് അത് ലാക്ക് ഓഫ് ഫ്യൂഷൻ എന്ന് പറയാം. അതേപോലെ ലാക്ക് ഓഫ് സൈഡ് ഫ്യൂഷൻ, ഇവിടെ ഈ പ്ലേറ്റിൻ്റെ സൈഡ് കറക്റ്റ് മെൽട്ടായിട്ടില്ല, അതുപോലെ ഇവിടെയും കറക്റ്റായിട്ട് മെൽട്ടായിട്ടില്ല. അപ്പോൾ അതിനൊക്കെയാണ് ലാക്ക് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഉണ്ടാകാനുള്ള കാരണം എന്തൊക്കെ ആയിരിക്കും? കറണ്ട് വളരെ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കില്ല, കറക്റ്റ് ചില സ്ഥലത്ത് കറക്റ്റ് മെൽറ്റാവാതെ ഇരിക്കും. രണ്ടാമത്തെ ഇൻകറക്റ്റ് എഡ്ജ് പ്രിപ്പറേഷൻ ആൻഡ് സെറ്റപ്പ്. കറക്റ്റ് എഡ്ജ് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ചിലപ്പോൾ ഇടുങ്ങിയ ജോയിൻ്റ് ആയി കഴിഞ്ഞാൽ അവിടെ കറക്റ്റ് മെൽറ്റിംഗ് ആവാതിരിക്കും. പിന്നെ റോങ് മാനിപ്പുലേഷൻ ഓഫ് ഇലക്ട്രോഡ്, നമ്മൾ ചെയ്യുന്ന വീവിങ് മെത്തേഡൊക്കെ കറക്റ്റ് അല്ലെങ്കിൽ അതേപോലെ ലാക്ക് ഓഫ് ഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ റോങ് ആംഗിൾ ഓഫ് ഇലക്ട്രോഡ് ആംഗിൾ വെൽഡ് ചെയ്യുമ്പോഴുള്ള ഇലക്ട്രോഡ് ആംഗിൾ കറക്റ്റ് അല്ലെങ്കിൽ അതേപോലെ ലാക്ക് ഓഫ് ഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ കറക്റ്റീവ് ആക്ഷൻ എന്തായിരിക്കും? ഗൗജ് ദ ഏരിയ ആൻഡ് റീവെൽഡ്. ചിത്രത്തിൽ അത്രയും ഭാഗം എന്ത് ചെയ്യണം, ഗൗജ് ചെയ്ത് വെൽഡിങ് കളഞ്ഞിട്ട് വേണം അവിടെ റീവെൽഡ് ചെയ്യണം. ആണ് അതിൻ്റെ കറക്റ്റീവ് ആക്ഷൻ എന്ന് പറയുന്നത്.
ഇനി അടുത്ത വെൽഡിംഗ് ഡിഫക്റ്റാണ് സ്ലാഗ് ഇൻക്ലൂഷൻ. എന്താണ് സ്ലാഗ് ഇൻക്ലൂഷൻ? ഇത് മിക്കവാറും എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നിങ്ങളൊക്കെ ആദ്യമൊക്കെ വെൽഡ് ചെയ്ത് പഠിക്കുമ്പോൾ സ്ഥിരമായിട്ടുണ്ടാകുന്ന ഒരു വെൽഡിംഗ് ഡിഫക്റ്റാണ് ഇത്. എന്താണ്? സ്ലാഗ് ഓർ അതർ നോൺ മെറ്റാലിക് ഫോറിൻ മെറ്റീരിയൽസ് എൻറാപ്ഡ് ഇൻ ദ വെൽഡ്. സ്ലാഗോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോൺ മെറ്റാലിക് ഫോറിൻ മെറ്റീരിയലോ വെൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിനാണ് സ്ലാഗ് ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്. അല്ലേ? നിങ്ങൾ ആദ്യം വെൽഡ് ചെയ്യുമ്പോൾ ഒക്കെ കറക്റ്റ് നിങ്ങളെ വെൽഡിങ് മെത്തേഡ് കറക്റ്റ് അല്ലെങ്കിൽ എന്ത് സംഭവിക്കാറുണ്ട്? സ്ലാഗ് കയറിയിട്ട് വലിയ നീളത്തിലൊരു ഗ്രൂവ് പോലെയൊക്കെ കാണാറുണ്ട്. ഈ ചിത്രത്തിൽ നോക്കുക. എന്താണ്? ഇവിടെയൊക്കെ കറക്റ്റ് വെൽഡാണ്, പക്ഷേ ഇവിടെ നിന്ന് മുതൽ ഇത്ര വരെ ഇവിടെ സ്ലാഗ് കയറിയിരിപ്പുണ്ട്. അവിടെ ശരിക്കും വെൽഡായിട്ടില്ല. അതിനാണ് സ്ലാഗ് ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഈ ചിത്രം നോക്കുക. ഇതൊരു ബട്ട് വെൽഡാണ്. അത് വെൽഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇവിടെ കറക്റ്റ് വെൽഡായിട്ടില്ല. അതിൻ്റെ ഉള്ളിൽ സ്ലാഗ് കയറിയിരിപ്പുണ്ട്. അതിനെ സ്ലാഗ് ഇൻക്ലൂഷൻ എന്ന് പറയുന്നു. ഇതെല്ലാവർക്കും പരിചയമുള്ള ഒരു വെൽഡിങ് ഡിഫക്റ്റാണ്. നിങ്ങൾ ആദ്യമൊക്കെ വെൽഡ് ചെയ്യുമ്പോൾ ഇത് കൂടുതലുണ്ടായിട്ടുണ്ടാകും. നമ്മളെ കറക്റ്റ് വെൽഡിങ് മെത്തേഡൊക്കെ കറക്റ്റ് അല്ലെങ്കിൽ അതുപോലെ സ്ലാഗ് ഇൻക്ലൂഷൻ ഉണ്ടാവാം. അപ്പോൾ അതിനുള്ള മറ്റ് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഇൻകറക്റ്റ് എഡ്ജ് പ്രിപ്പറേഷൻ. എഡ്ജ് പ്രിപ്പറേഷൻ കറക്റ്റ് അല്ലെങ്കിൽ ബഡ് ജോയിൻറ്റിലൊക്കെ ഇത് വരാം. ഇടുങ്ങിയ ജോയിൻറ്റിലൊക്കെ കൂടുതൽ സ്ലാഗ് ഇൻക്ലൂഷൻ ഉണ്ടാവാൻ കാരണമാകാറുണ്ട്. അതുപോലെ യൂസ് ഓഫ് ഡാമേജ്ഡ് ഫ്ലക്സ് കോട്ടഡ് ഇലക്ട്രോഡ് ഡ്യൂ ടു ലോങ് സ്റ്റോറേജ്. കുറേ കാലം സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോഡ് അതിൻ്റെ ഫ്ലക്സൊക്കെ ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സ്ലാഗ് ഇൻക്ലൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ കൂടാതെ എക്സസീവ് കറണ്ട് വളരെ കൂടിക്കഴിഞ്ഞാൽ ഇതേപോലെ സ്ലാഗ് ഇൻക്ലൂഷൻ ഉണ്ടാവും. പിന്നെ ലോങ് ആർക്ക് ലെങ്ത്ത് വളരെ കൂടിക്കഴിഞ്ഞാൽ സ്ലാഗ് ഇൻക്ലൂഷൻ ഉണ്ടാവും. കറക്റ്റ് മെൽറ്റ് ആവാതെ വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ സ്ലാഗ് കയറിയിരിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇംപ്രോപ്പർ വെൽഡിങ് ടെക്നിക്ക്. ഇതാണ് നിങ്ങൾ ആദ്യമൊക്കെ വെൽഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. കറക്റ്റ് വെൽഡിങ് ടെക്നിക്ക് കറക്റ്റ് ആയിരിക്കില്ല. നമ്മളെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതാവുന്നതിന് കണക്കായിട്ട് മെൽറ്റിങ് കറക്റ്റാവാതെ വരും. അതിൻ്റെ ഉള്ളിലേക്ക് സ്ലാഗ് കയറാനുള്ള സാധ്യതയുണ്ട്. ഇംപ്രോപ്പർ വെൽഡിങ് ടെക്നിക്ക്. പിന്നെ ഇനാഡിക്വേറ്റ് ക്ലീനിങ് ഓഫ് ഈച്ച് റൺ ഇൻ മൾട്ടി റൺ വെൽഡിങ്. മൾട്ടി റൺ വെൽഡ് ചെയ്യുന്ന സമയത്ത്, അതായത് റൂട്ട് അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ സിംഗിൾ വി ബഡ് ജോയിൻ്റൊക്കെ ആകുമ്പോൾ റൂട്ട് അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഫില്ലിംഗ് റൺ അടിച്ച് അതിൻ്റെ അങ്ങനെ അടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ റൂട്ട് അടിച്ച് കഴിഞ്ഞ് കറക്റ്റ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ പഴയ വെൽഡിങ്ങിൻ്റെ സ്ലാഗ് അവിടെ ഇരിക്കും. പിന്നെ അതിൻ്റെ മുകളിൽ വെൽഡ് ചെയ്യുമ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ക്ലീനിങ് നന്നായിട്ട് ചെയ്യണം. ഓരോ റൺ അടിച്ച് ചെയ്യുമ്പോൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിഫക്റ്റ് നമുക്ക് ഇല്ലാതാക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ റെമഡി എന്ന് പറയുന്നത് ആദ്യത്തെ ഇൻകറക്റ്റ് എഡ്ജ് കറക്റ്റ് എഡ്ജ് പ്രിപ്പറേഷൻ ചെയ്യുക, കറക്റ്റ് നല്ല ഇലക്ട്രോഡ് ഉപയോഗിക്കുക, എക്സസീവ് കറണ്ടിൻ്റെ ഇത് കറക്റ്റ് കറണ്ട് ഉപയോഗിക്കുക, കറക്റ്റ് ആർക്ക് ലെങ്ത്ത് ഉപയോഗിക്കുക, ഇംപ്രോപ്പർ വെൽഡിങ് ടെക്നിക്ക് നമ്മൾ വെൽഡ് ചെയ്ത് കറക്റ്റ് സ്റ്റഡി ആയിട്ട് വെൽഡ് ചെയ്യുക. ഇനി അഡിക്കേറ്റ് കറക്റ്റായിട്ട് ക്ലീൻ ചെയ്യുക. ഇനി അതിൻ്റെ കറക്റ്റീവ് ആക്ഷൻ എന്താ? ഇതേപോലെ സ്ലാഗ് ഇൻക്ലൂഷൻ വന്നു കഴിഞ്ഞാൽ ഫോർ എക്സ്റ്റേണൽ സർഫേസ് സ്ലാഗ് ഇൻക്ലൂഷൻ റിമൂവ് ദം യൂസിങ് എ ഡയമണ്ട് പോയിൻറ്റ് ചിസിൽ ഓർ ബൈ ഗ്രൈൻഡിങ് ആൻഡ് റീവെൽഡ് ദാറ്റ് ഏരിയ. ഇതേപോലെയുള്ള സ്ലാഗ് ഇൻക്ലൂഷൻ ആണെങ്കിൽ ആ ഏരിയ എന്ത് ചെയ്യണം? ഒരു ഡയമണ്ട് പോയിൻറ്റ് ചിസിൽ ഉപയോഗിച്ച് നന്നായിട്ട് അടിച്ച് കളഞ്ഞ് ക്ലീൻ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ റീവെൽഡ് അല്ലെങ്കിൽ ഗ്രൈൻഡ് ചെയ്ത് അവിടെ ഒരു നല്ല ഗ്രൂവ് പോലെയാക്കി ആ പഴയ മുമ്പത്തെ സ്ലാഗ് മുഴുവൻ കളഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിൽ റീവെൽഡ് ചെയ്യുക. അതേസമയം വെൽഡിങ്ങിൻ്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് ആ സ്ലാഗ് ഇരിക്കുന്ന ഭാഗം വരെ എന്ത് ചെയ്യണം? ഗൗജ് ചെയ്ത് കളയുക. ഗൗജിങ് എന്ന് പറയുന്നത് മെറ്റൽ എടുത്ത് കളയുന്ന ഒരു പ്രോസസ്സാണ്. അത് അതിന് പ്രത്യേകം ഇലക്ട്രോഡൊക്കെ ഉണ്ട്. അത് നിങ്ങൾ വേറൊരു ലെസണിൽ പഠിക്കുന്നുണ്ട്. ഗൗജ് ചെയ്തിട്ടോ ഗ്രൈൻഡ് ചെയ്തിട്ടോ ആ ഭാഗം അത്രയും കളഞ്ഞിട്ട് ഇനി അത് റീവെൽഡ് ചെയ്യുക. സ്ലാഗ് ഇൻക്ലൂഷനിൽ നമുക്ക് പറയാനുള്ള ഇനി അടുത്ത ഡിഫക്റ്റ് നോക്കാം. അടുത്ത ഡിഫക്റ്റാണ് എക്സസീവ് കോൺവെക്സിറ്റി. കോൺവെക്സിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, കോൺവെക്സ് മിറർ എന്ന് കേട്ടിട്ടുണ്ടല്ലോ. എങ്ങനെയായിരിക്കും കോൺവെക്സ് മിറർ? പുറത്തേക്ക് വളഞ്ഞിരിക്കുന്ന മിററാണ് കോൺവെക്സ് മിറർ. അപ്പോൾ എക്സസീവ് കോൺവെക്സിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വെൽഡിങ് പുറത്തേക്ക് എക്സസ്സായിട്ട് കൂടുതലായിട്ട് പുറത്തേക്ക് പൊങ്ങിയിരിക്കുന്നതിന് എക്സസീവ് കോൺവെക്സിറ്റി എന്ന് പറയുന്നത്. ദിസ് ഡിഫക്റ്റ് ആൾസോ കോൾഡ് ഓവർ സൈസ് വെൽഡ്. ഇതിന് ഓവർ സൈസ് വെൽഡ് എന്നോ അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെൻറ്റോ എന്ന് പറയാം. എക്സസീവ്, അതായത് കൂടുതൽ റീഇൻഫോഴ്സ്മെൻറ്റ് നമുക്ക് ആവശ്യമാണ്, പക്ഷേ ഇത് കൂടുതലാണ്. എന്താണ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ?
കുറേ പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ. റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് വെച്ചാൽ എന്താ, രണ്ട് വെൽഡിങ് ടോ എന്ന് പറഞ്ഞാൽ ബേസ് മെറ്റൽ പാരൻ്റ് മെറ്റലായിട്ട് ചേർന്നതാണ് വെൽഡിങ് ടോ എന്ന് പറയുന്നത്. അത് തമ്മിലൊരു ലൈൻ വരഞ്ഞു കഴിഞ്ഞാൽ വെൽഡ് ഫേസിലേക്കുള്ള വേറൊരു ലൈൻ വരഞ്ഞു കഴിഞ്ഞാൽ ആ ദൂരം കാണിക്കുന്നതാണ് നോർമൽ റീഇൻഫോഴ്സ്മെൻറ്റ്. വെൽഡിങ് ടോ തമ്മിലൊരു ലൈൻ വരഞ്ഞിട്ടുണ്ട്, അതുപോലെ വെൽഡ് ഫേസിലേക്കുള്ള ഒരു ലൈൻ വരഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വെൽഡിങ്ങിൻ്റെ ആ പുറത്തേക്ക് നിൽക്കുന്ന ആ ഭാഗത്തിനെയാണ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് രണ്ടാമത്തെ ചിത്രത്തിൽ നോക്കുക, ഇവിടെ അത് വളരെ കൂടുതലാണ് അല്ലേ, എക്സസീവ് റീഇൻഫോഴ്സ്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ബഡ് ജോയിൻറ്റിലേക്ക് ശ്രദ്ധിക്കുക. ബഡ് ജോയിൻറ്റിൽ എന്താണ്, രണ്ട് ടോ എന്ന് പറയുന്ന വെൽഡിങ് ഇവിടെ ചേരുന്ന ഈ ഭാഗം അത് തമ്മിൽ ലൈൻ വരഞ്ഞു, അതിന് മുകളിലേക്ക് നിൽക്കുന്ന ഭാഗത്തിനെയാണ് റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത്. ഇതിൽ എത്രയാണ് നോർമൽ റീഇൻഫോഴ്സ്മെൻറ്റ്, അത് കൂടിക്കഴിഞ്ഞാൽ എക്സസീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആവും. നമ്മൾ കഴിഞ്ഞ ഡിസ്റ്റോഷൻ്റെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഓവർ വെൽഡായി കഴിഞ്ഞാൽ ഡിസ്റ്റോഷൻ വളരെ കൂടുന്നുള്ളത്. അപ്പോൾ അതിൽ കറക്റ്റ് റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഒരു അളവ് പറഞ്ഞു തന്നിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? T/10. ടി എന്ന് പറയുന്നത് നമ്മളെ പാരൻ്റ് മെറ്റലിൻ്റെ തിക്നെസ് ബൈ 10 അല്ലേ. 10 mm പ്ലേറ്റ് ആണെങ്കിൽ 10/10 1 mm റീഇൻഫോഴ്സ്മെൻറ്റ് വേണം. 20 mm പ്ലേറ്റ് ആണെങ്കിൽ തിക്നെസ് 20 ആണെങ്കിൽ 20/10 2 mm റീഇൻഫോഴ്സ്മെൻറ്റ് അത്രയും നമുക്ക് ആവശ്യമുള്ളൂ. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ എക്സസീവ് കോൺവെക്സിറ്റി എന്ന് പറയാം. നമുക്ക് എന്താ, നമ്മളെ ലേബറും വെൽഡിങ് ഇലക്ട്രോഡും എല്ലാം നഷ്ടമാണ്, കൂടുതൽ ഡിസ്റ്റോഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? ലോ ട്രാവൽ സ്പീഡ് ഓഫ് ദ ഇലക്ട്രോഡിൻ്റെ ലോ ട്രാവൽ സ്പീഡ്. നമ്മൾ വളരെ സ്ലോ ആയിട്ട് വെൽഡ് ചെയ്യുമ്പം കൂടുതൽ മെറ്റൽ ഡെപ്പോസിറ്റ് ആകും, അവിടെ നല്ല കൂടുതൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ യൂസ് ഓഫ് ലാർജർ ഇലക്ട്രോഡ്, നമുക്ക് ആവശ്യത്തിൽ കൂടുതലുള്ള ഡയമീറ്റർ കൂടുതലുള്ള ഇലക്ട്രോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഡെപ്പോസിറ്റ് ആവും, അതുപോലെ എക്സസ് കോൺവെക്സിറ്റി ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അടുത്ത ഡിഫക്റ്റ് എന്തായിരിക്കും? ഇതിൽ കോൺവെക്സിറ്റി പറഞ്ഞു, അടുത്ത ഡിഫക്റ്റാണ് എക്സസീവ് കോൺകേവ് മിററിന് ഓർമ്മിക്കുക, ഉള്ളിലോട്ട് കുഴിഞ്ഞിട്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇതിന് എക്സസീവ് കോൺകേവിറ്റി അല്ലെങ്കിൽ ഇൻസഫിഷ്യൻറ്റ് ത്രോട്ട് തിക്നെസ് എന്ന് പറയാം. ത്രോട്ട് തിക്നെസ് ഒക്കെ നേരത്തെ പറഞ്ഞാൽ ത്രോട്ട് തിക്നെസ് കുറവ് എന്ന് പറയാം. ഇഫ് ദ വെൽഡ് മെറ്റൽ ഡെപ്പോസിറ്റഡ് ഇൻ ടു എ ബട്ട് ഓർ ഫില്ലറ്റ് വെൽഡ് ഈസ് ബിലോ ദ ലൈൻ ജോയിനിങ് ദ ടോസ് ഓഫ് ദ വെൽഡ്, ദെൻ ദിസ് ഡിഫക്റ്റ് ഈസ് കോൾഡ് എക്സസീവ് കോൺകേവിറ്റി. ചിത്രത്തിൽ നോക്കുക, രണ്ട് ടോ വെൽഡിങ് ചേർന്ന രണ്ട് ടോ തമ്മിൽ ഒരു ലൈൻ വരഞ്ഞു കഴിഞ്ഞാൽ ആ ലൈന് താഴെയാണ് വെൽഡിങ് മെറ്റലെങ്കിൽ അതിനെ എക്സസീവ് കോൺകേവിറ്റി എന്ന് പറയാം. നമുക്ക് ഏതായാലും കുറച്ച് റീഇൻഫോഴ്സ്മെൻറ്റ് വേണം, 1 mm 2 mm ഓരോ തിക്നെസ്സിനനുസരിച്ചിട്ട്. പക്ഷേ ആ ലൈനിന് താഴെയായി കഴിഞ്ഞാൽ അതിനെ എക്സസീവ് കോൺകേവിറ്റി എന്ന് പറയാം. ഇവിടെ കോർണർ ജോയിൻറ്റിലാണെങ്കിൽ വെൽഡിങ് ചേർന്ന ഭാഗം അവിടെ അതിനേക്കാളും താഴെയാണ് മെറ്റൽ ഉള്ളത്. ബഡ് ജോയിൻറ്റിലും അതുപോലെ തന്നെ. അപ്പോൾ എക്സസീവ് കോൺകേവിറ്റി എന്താണെന്ന് മനസ്സിലായില്ലേ? കോൺകേവിറ്റി അല്ലെങ്കിൽ ഇൻസഫിഷ്യൻ്റ് ത്രോട്ട് തിക്നെസ് എന്നുള്ളത് മനസ്സിലായി, മറ്റേ കോൺവെക്സിറ്റിയും മനസ്സിലായി. അപ്പോൾ ഇതിനുള്ള കാരണങ്ങൾ എന്തായിരിക്കും? ഇൻകറക്റ്റ് ബീഡ് പ്രൊഫൈൽ ഡ്യൂ ടു ഇംപ്രോപ്പർ വീവിങ് ഇലക്ട്രോഡ്. ഇംപ്രോപ്പർ വീവിങ് ഇലക്ട്രോഡ് ആയതുകൊണ്ട് നമ്മൾ വീവ് ചെയ്യുന്നത് കറക്റ്റ് അല്ലെങ്കിൽ, കാരണം കുറച്ച് കൂടുതലുള്ള ബഡ് ജോയിൻ്റൊക്കെ ആണെങ്കിൽ ലാസ്റ്റ് റൺ അടിക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് വീവ് ചെയ്യേണ്ടി വരും. അങ്ങനെ വീവ് ചെയ്ത് അടിക്കുമ്പോൾ മെറ്റൽ താഴ്ന്ന് ഇരിക്കാൻ സാധ്യതയുണ്ട്. അതിന് പകരമായിട്ട് 2 or 3 ലെയറായിട്ടൊക്കെ നമ്മൾ വെൽഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇൻകറക്റ്റ് ബീഡ് പ്രൊഫൈൽ ഡ്യൂ ടു ഇംപ്രോപ്പർ വീവിങ് ടെക്നിക്ക്. അടുത്തത് യൂസ് ഓഫ് സ്മോൾ ഡയ ഇലക്ട്രോഡ്. ചെറിയ ഡയ കുറഞ്ഞ ഇലക്ട്രോഡ് കൊണ്ട് വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്നത്ര മെറ്റൽ ഡെപ്പോസിഷൻ കിട്ടില്ല, അപ്പോൾ വെൽഡിങ് അതിൽ താഴ്ന്നിരിക്കും. പിന്നെ എക്സസീവ് സ്പീഡ് ഓഫ് വെൽഡിങ്ങിൻ്റെ സ്പീഡ് വളരെ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന ഡെപ്പോസിഷൻ അവിടെ വെൽഡ് മെറ്റൽ ഡെപ്പോസിറ്റ് കിട്ടില്ല, അങ്ങനെ എക്സസീവ് കോൺകേവിറ്റി ഉണ്ടാവാം. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലായില്ലേ? വെൽഡിങ് ഡിഫക്റ്റിൻ്റെ ഈ ലെസൺ ഇവിടെ തീരുവാണ്. എല്ലാ വെൽഡിങ് ഡിഫക്റ്റ് നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ 1 or 2 പ്രാവശ്യം കാണുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെസണാണ്, എല്ലാ വെൽഡർമാരും അറിഞ്ഞിരിക്കുന്നതാണ്. ഇതിൻ്റെ അകത്ത് ഒരുപാട് ക്വസ്റ്റ്യനുകൾ വരാം. ക്വസ്റ്റ്യനുകൾ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ഇതിൻ്റെ കോസസ്, കാരണങ്ങൾ നിങ്ങൾ പഠിച്ചു നോക്കണം. ചിലപ്പോൾ അത് ഓപ്ഷനിൽ കാരണങ്ങൾ, ഇത് ഉദാഹരണത്തിന് ഇതിൽ സ്പാറ്ററിന് കാരണമാവാത്തത് ഏതൊക്കെയാണ്, അങ്ങനെയൊക്കെയാണ് വരിക. അപ്പോൾ അതിൻ്റെ കോസസും ഒക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇനി ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ,
slag or non-metallic foreign materials enwrapped in the weld. This defect is called dash. Slag അല്ലെങ്കിൽ എന്തെങ്കിലും നോൺ മെറ്റാലിക് ഫോറിൻ മെറ്റീരിയൽ വെൽഡിങ്ങിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടാകുന്ന ഡിഫക്റ്റിൻ്റെ പേര് എന്താണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എ ഹെയർ ലൈൻ സെപ്പറേഷൻ എക്സിബിറ്റ്സ് ഇൻ ദ റൂട്ട് ഓർ മിഡിൽ ഓർ സർഫേസ് ആൻഡ് ഇൻസൈഡ് ഓഫ് ദ വെൽഡ് ഓർ പാരൻ്റ് മെറ്റൽ ഈസ് കോൾഡ് ഡാഷ്. വെൽഡ് മെറ്റലിൻ്റെ മുകളിലോ പാരൻ്റ് മെറ്റലിൻ്റെ മുകളിലോ ഉള്ളിലോ സൈഡിലോ എവിടെയെങ്കിലും ഹെയർ ലൈൻ സെപ്പറേറ്റ് ആയിട്ട് കാണുന്ന ആ ഡിഫക്റ്റിൻ്റെ പേര് എന്താണ്? അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ എഴുതിയിട്ട് ഫോട്ടോ എടുത്തിട്ടോ ടൈപ്പ് ചെയ്തിട്ടോ എനിക്ക് അയച്ചു തരുക. ഓക്കെ, താങ്ക് യു.